സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് CPIM നേതാവ് എം സ്വരാജ് അപേക്ഷിച്ചിട്ടില്ല എന്ന അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ മാനദണ്ഡ പ്രകാരമാണ് പുസ്തകം പരിഗണിച്ചത്. ജൂറിയുടെ പരിഗണനയ്ക്ക് പുസ്തകം നൽകിയത് അക്കാദമി ലൈബ്രറി എന്നും സെക്രട്ടറി പറഞ്ഞു. ഇത് ലൈബ്രറിയിലുള്ള പുസ്തകമാണ്. ലൈബ്രറിയിലുള്ള അത് സാധാരണ പതിവാണ്. അക്കാദമിയിൽ അവാർഡിന് പരിഗണിക്കുന്നത് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളും കൂടിയാണ്. ലൈബ്രറിയിലുള്ള പുസ്തകം പ്രിലിമിനറി ജഡ്ജസിന് കൊടുക്കുന്നു. പ്രിലിമിനറി ജഡ്ജസ് 10 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ജഡ്ജസിന് കൊടുക്കുന്നു. ഒരു കാറ്റഗറിയിലുള്ള പുസ്തകം ആ കാറ്റഗറിയിലുള്ള അവാർഡിന്റെ പരിഗണനക്ക് കൊടുക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുനിലേക്കാണ്. അർജുൻ, കഴിഞ്ഞ ദിവസം ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തനിക്ക് ഇത്തരം പുരസ്കാരങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലപാട് നേരത്തെ അറിയിച്ചതാണ് എന്ന് എം സ്വരാജ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് എങ്ങനെയാണ് പിന്നെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപേക്ഷിക്കാതെ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നത്. അതിലാണല്ലോ ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? സ്വാതി, തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രചരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് സൈബർ വിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. സ്വരാജ് ഈ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഒരു വിധത്തിലുള്ള അവാർഡുകളും സ്വീകരിക്കില്ല എന്നുള്ളത് മുൻപ് എടുത്തിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡും സ്വീകരിക്കില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അപേക്ഷിക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് അവാർഡ് ലഭിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ഇടത്ത് വലിയ രീതിയിലുള്ള പ്രചരണവും ആക്ഷേപവും തുടർന്നിരുന്നു. അതിനാണിപ്പോൾ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അപേക്ഷിക്കാതെ തന്നെ അവാർഡുകൾക്ക് പരിഗണിക്കുന്ന പതിവ് അക്കാദമിയിൽ ഉണ്ട്. അത് മാനദണ്ഡ പ്രകാരം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2 തരത്തിലാണ് അവാർഡുകളെ പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഈ എഴുത്തുകാരനോ അല്ലെങ്കിൽ പ്രസാധകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കും പുസ്തകം അവാർഡിനായി സാഹിത്യ അക്കാദമിക്കായി അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ലൈബ്രറിയിൽ, അക്കാദമിയുടെ ലൈബ്രറിയിൽ നിന്ന് അവാർഡുകൾക്കായി പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. സ്വരാജിന്റെ കാര്യത്തിലും ഈ തരത്തിലാണ് ഉണ്ടായത്. അതായത് അക്കാദമിയുടെ ലൈബ്രറിയിൽ നിന്ന് നൽകിയ പുസ്തകമാണ് ഈ രീതിയിൽ ഇപ്പോൾ അവാർഡ് നൽകിയിട്ടുള്ളത്. അതായത് ലൈബ്രറിയുടെ ലൈബ്രറിയിലുള്ള പുസ്തകം ആദ്യം ഒരു പ്രാഥമിക പാനലിന് നൽകുന്നു. അവർ അത് പരിശോധിച്ചുകൊണ്ട് അവാർഡിന് അർഹമാണെങ്കിൽ ജൂറിക്ക് പരിശോധനയ്ക്കായി നൽകുന്നു. അങ്ങനെ ഇത് മുൻപും ഇത്തരത്തിലാണ് പുസ്തകങ്ങൾ, നിരവധി അവാർഡുകൾ ഈ രീതിയിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നൽകുന്നതിൽ ഇത്തരത്തിൽ ലൈബ്രറിയിൽ നിന്ന് പരിഗണിക്കുന്ന പുസ്തകങ്ങൾ കൂടി ഉണ്ടെന്നാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറിയുടെ വിശദീകരണം. അതാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നതും. ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല. സ്വരാജിന് നൽകിയതും ആ രീതിയിലാണ്. അതായത് സ്വരാജിന്റെ പുസ്തകം 2021 പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ ഘട്ടം തൊട്ട് തന്നെ സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിയിലുള്ള പുസ്തകമാണ്. അത് സ്വാഭാവികമായും അതിന്റെ ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷം അത് പ്രാഥമിക പാനലിന് നൽകും. അത് ഏതെങ്കിലും തരത്തിൽ ഈ അപേക്ഷകൻ, ഈ പുസ്തകം എഴുതിയ ആളോ അതിന്റെ പ്രസാധകരോ ഒന്നും അറിയേണ്ടതില്ല. അതില്ലാതെ തന്നെ പുസ്തകം പരിശോധിച്ചുകൊണ്ട് പ്രാഥമിക പാനലിന് അത് ജൂറിക്ക് സമർപ്പിക്കാൻ കഴിയും. ആ സാഹചര്യമാണ് ഇപ്പോൾ സ്വരാജിന്റെ പുസ്തകത്തിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. സ്വരാജ് അപേക്ഷിച്ചിട്ടോ സ്വരാജ് അറിഞ്ഞിട്ടോ അല്ല അത്തരത്തിലൊരു പ്രക്രിയ നടന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി വിശദീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ സ്വരാജ് ഇക്കാര്യം അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സാഹിത്യ അക്കാദമിയുടെ മുൻപും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുൻപും അവാർഡ് നൽകുന്ന രീതിയിൽ പുസ്തകങ്ങൾ, ഈ തരത്തിൽ അവാർഡുകൾ നൽകിയിട്ടുണ്ടെന്നാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രക്രിയ നടന്ന ഒരു 4 മാസത്തോളം മുൻപാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും പുസ്തകം തിരഞ്ഞെടുക്കുന്നതും ഒക്കെ നടന്നിട്ടുള്ളത്. ഇത് ഇന്നോ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ ഇതിന് ബന്ധമില്ലെന്ന് കൂടി കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി. അർജുൻ, എം സ്വരാജ് സാഹിത്യ അക്കാദമി അവാർഡിന് അപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറിയാണ് അക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്.